അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലൈലത്തുൽ ഖദർ വിധി നിർണയ രാവാണ്. 27-ാം രാവാണ് ഇന്ന് പോകുന്നത്. ഖുർആനിൽ നിന്നുള്ള സാഹചര്യ നിഗമനങ്ങളുടെയും ഹദീസ് പഠനങ്ങളുടെയും സാക്ഷരിതരായ പണ്ഡിത മഹത്തുക്കളുടെയും മഹത് വചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ലൈലത്തുൽ ഖദർ റമദാൻ 27-ാം രാവിലാകാനുള്ള സാധ്യത ഏറെയാണ്. മുസ്ലിം ലോകം യുഗങ്ങളായി പ്രസ്തുത ദിവസത്തിന് പ്രാധാന്യം നൽകി ആരാധനകളിലും എത്തിക്കാഫിലുമായി കഴിയുന്നു. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 27-ാം രാവാണ് മുസ്ലിം ലോകം ലൈലത്തുൽ ഖദറായി പൂർവ്വകാലം മുതൽ അനുഷ്ഠിച്ചു വരുന്നത്. ഇത് തന്നെയാണ് ഭൂരിഭാഗ ജ്ഞാനികളുടെയും വീക്ഷണവും എന്ന് തർശീഹ് എന്ന ഗ്രന്ഥത്തിൽ 1-ാം വോള്യം 168-ലുണ്ട്. ലൈലത്തുൽ ഖദർ ലഭിക്കാത്തവരാരാണ്? ഖദർ രാവിൻ്റെ പുണ്യത്തെക്കുറിച്ച് അലൂസി ഉദ്ധരിക്കുന്നത് ഇങ്ങനെയാണ്: അന്ന് അല്ലാഹുവിൻ്റെ കാരുണ്യത്തെ ജിബ്രീൽ അലൈഹിസ്സലാം മോഹരിച്ചെയ്യും. ജീവിച്ചിരിക്കുന്ന വിശ്വാസികൾക്കെല്ലാം വിഹിതം നൽകിയാലും അത് വിശേഷിക്കും. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിനോട്, നാഥാ, ബാക്കിയുള്ള റഹ്മത്ത് എന്തു ചെയ്യണമെന്ന് അന്വേഷിക്കും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് വീതിച്ചു നൽകാൻ ആജ്ഞ ലഭിക്കും. അവർക്ക് വീതിച്ച ശേഷം അത് അവശേഷിക്കും. ജിബ്രീൽ അലൈഹിസ്സലാം ചോദ്യം ആവർത്തിക്കുമ്പോൾ അവിശ്വാസികൾക്കിടയിൽ വിതരണം ചെയ്യാൻ അള്ളാഹു കൽപ്പിക്കും. അങ്ങനെ ആ രാവിലെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ വിഹിതം ലഭിച്ച മുസ്ലിങ്ങളാണ് പിന്നീട് സത്യവിശ്വാസികളായി മരണപ്പെടുന്ന സൗഭാഗ്യവാന്മാർ. ഒരു ഹദീസിലുണ്ട്, ലൈലത്തുൽ ഖദർ ലഭിക്കാത്ത 4 വിഭാഗത്തെ പരിചയപ്പെടുത്തുന്നത് കാണാം. സുദീർഘമായ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു: പ്രഭാതമായാൽ തിരിച്ചു പോകാൻ സമയമായി എന്ന് മലക്കുകളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയും. അവർ തയ്യാറായി നിൽക്കും. എന്നിട്ട് അവർ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ആരായും, മുഹമ്മദ് റസൂലിൻ്റെ സമുദായത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹു എന്താണ് തീരുമാനിച്ചത്? ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ മറുപടി: ഈ രാവിലെ അള്ളാഹു അവർക്ക് കാരുണ്യം വർഷിച്ചിരിക്കുന്നു, എല്ലാവർക്കും മാപ്പ് നൽകാനും തീരുമാനിച്ചിരിക്കുന്നു, 4 വിഭാഗങ്ങൾക്കൊഴികെ. ഹദീസ് ശ്രവിച്ച സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു: ഭാഗ്യഹീനരായ അവർ ആരാണ് റസൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: സ്ഥിരമായി മദ്യപിക്കുന്നവർ, മാതാപിതാക്കളെ പീഡിപ്പിക്കുന്നവർ, കുടുംബബന്ധം വിച്ഛേദിക്കുന്നവർ, കാപ്പട്യവും കുശുമ്പും ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവർ എന്നിവരാണ് ആ 4 ഭാഗ്യമില്ലാത്ത ആളുകൾ എന്നാണ് പറഞ്ഞത്. ഖദർ രാവിൻ്റെ ലക്ഷണങ്ങളൊക്കെ എന്തൊക്കെയാണ്? ലൈലത്തുൽ ഖദറിൻ്റെ കൃത്യമായ ദിനത്തെക്കുറിച്ച് അറിയിച്ചു തന്നിട്ടില്ലെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ മുമ്പ്. എന്നാൽ ആകാൻ സാധ്യതയുള്ള ചില രാവുകളെക്കുറിച്ചും അതിൽ തന്നെ 27-ാം രാവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും വിശദമായി തന്നെ വിവരിച്ച് കഴിഞ്ഞിട്ടുണ്ട് മുമ്പ്. എന്നാൽ പ്രത്യേകമായി വല്ല ലക്ഷണവും കൊണ്ട് ആ ദിവസവും നമുക്കറിയാൻ കഴിയുമോ എന്ന് പരിശോധിക്കാം. ഹദീസുകളിൽ ചില ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ഹദീസിലുണ്ട്: ആ രാവ് ശാന്തവും തെളിഞ്ഞ സുന്ദരവുമായിരിക്കും. അന്നത്തെ ചന്ദ്രശോഭ പൗർണമി ദിനങ്ങളിലേതുപോലെ തേജോപമായിരിക്കും. തെന്നിമാറുന്ന നക്ഷത്രങ്ങൾ ഒട്ടും കാണുകയില്ല. ഒരു ഹദീസിലുണ്ട് ഇങ്ങനെ: ലൈലത്തുൽ ഖദറിനു ശേഷമുള്ള ഉദയ സൂര്യന് മങ്ങിയ കിരണങ്ങളായിരിക്കുമെന്നുണ്ട്. ലൈലത്തുൽ ഖദറിൽ നായകളുടെ കുരയും കഴുതകളുടെ അലർച്ചയും വിരളമായിരിക്കും. കടൽ വെള്ളത്തിൽ അമ്ലസാന്ദ്രത ലഘുവായിരിക്കും. ജീവജാലങ്ങൾ അല്ലാഹുവിനെ അവരുടെ പ്രകൃതിയിൽ ദിക്റും സാഷ്ടാംഗവും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതും കാണാം. മറ്റു ദിനങ്ങളെപ്പോലെ അന്നത്തെ സൂര്യോദയം പിശാചിൻ്റെ കൊമ്പുകൾക്കിടയിലായിരിക്കുകയില്ല. ചുരുക്കത്തിൽ ലൈലത്തുൽ ഖദറിന് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും സംബന്ധിക്കാൻ സാധിച്ചവർ 83 വർഷവും 4 മാസവും ആരാധന സൗഭാഗ്യം കരസ്ഥമാവുന്നു. അന്നത്തെ ദാനം 1000 മാസത്തെ ദാനത്തിന് തുല്യമാണ്. അന്നത്തെ നിസ്കാരം 1000 മാസം നിസ്കരിക്കുന്നതിന് തുല്യമാണ്. അന്നത്തെ ഇഅ്തികാഫ് 1000 മാസം തുടർച്ചയായി ഇഅ്തികാഫ് ഇരിക്കുന്നതിന് സമമാണ്. അങ്ങനെ ഓരോ ഇബാദത്തും 83 വർഷം 4 മാസവും ആരാധനയ്ക്ക് തുല്യം. ലൈലത്തുൽ ഖദറിനെ സത്പ്രവർത്തികൾ, ദാനധർമ്മങ്ങൾ, സക്കാത്ത്, നിസ്കാരം എന്നിവയെല്ലാം 1000 മാസത്തെ അത്തരം പ്രവർത്തനങ്ങളെക്കാൾ പുണ്യകരമാണ്. ഇത്തരം സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ദുആ വസിയത്തോടുകൂടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.